ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം. ഞാനേ ആമസോണിൽ നിന്ന് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിരുന്നു എൻ്റെ ഗ്ലൗസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുതിയ ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇങ്ങനെ ഗ്ലൗസ് വന്നത് അതിൻ്റെ പാക്കറ്റ് കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്ലൗസ് നല്ല സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് 2 ദിവസമായിട്ട് ഇച്ചിരി ജലദോഷം കുറച്ചൊരു പനിയും എൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വൈകിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ പിറ്റേ ദിവസത്തെ തുടർച്ചയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും സഹകരണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ടിന് നമ്മൾ തേങ്ങ പഴവും തേങ്ങയും ആണ് ചേർക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഗ്ലൗസ് ഇട്ടൊരു കുക്കിങ് കാണാൻ പോവുകയാണ്. ഗ്ലൗസ് ഇട്ടപ്പോൾ ഇപ്പോൾ എനിക്ക് കയ്യിനൊക്കെ ചൂടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗ്ലൗസ് ഇട്ട് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇപ്പോൾ എനിക്ക് പഴയ പോലെ ഗ്ലൗസ് ഇട്ടിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാത്ത ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സാരമല്ല, നമ്മുടെ കൈ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ജോലികളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുട്ട് റെഡിയാക്കാനുള്ള പഴം ഒക്കെ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിനിടയ്ക്ക് എൻ്റെ മോള് കോഫി ഉണ്ടാക്കാൻ വന്നിക്ക്. കാണിച്ച കോഫീൻ്റെ ഇത് സംഭവം പറയും. നെസ്കഫേന്റെ 3 in 1 കോഫിയാണ്. പാൽപ്പൊടി വേണ്ട, കാപ്പിപ്പൊടി വേണ്ട, പഞ്ചസാര വേണം. വെള്ളം വേണം. കാപ്പിപ്പൊടി പഞ്ചസാര ആവശ്യമില്ല. അല്ല, കാപ്പിപ്പൊടിയും പാൽപ്പൊടിയും. പക്ഷെ ഇതില് പഞ്ചസാര ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാ ഒരു ഇതിന് പഞ്ചസാര ഇതുപോലെ എവിടുന്ന് കിട്ടിയേ അങ്ങനത്തെ കൊറേ ഉണ്ട് പറഞ്ഞു. ടാമ്പും ഉണ്ട് അത്ര. ഞാൻ എപ്പോഴാ അറിഞ്ഞത് ഇത് ഇന്നലെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് റൂമിട്ടേ ബിനിന്റെ ബ്രദർ കൊടുത്തയച്ചതാണ് ദുബൈന്ന്. അപ്പോ ലോട്ട് ഓഫ് തന്നിട്ടുണ്ട്. സായിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എനിക്ക് കാപ്പിയല്ല ഇഷ്ടം. അങ്ങനെ നമ്മൾ എൻ്റെ മോൾ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ മോൾക്ക് എത്ര ഡ്രസ്സുകൾ ഉണ്ടെന്ന് അറിയോ. കുറേ ഷോർട്ട് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇഷ്ടം. ഞാൻ ഷെൽഫ് ദിവസം കാണിച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ എന്തുണ്ടല്ലോ ഡ്രസ്സിന്റെ ഹോള് കാണിക്കുമല്ലോ, അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഷോർട്ട് കൊടുത്തോളൂ. പക്ഷെ വീട്ടിലിടുന്ന ഇഷ്ടം. ഒരു വീഡിയോ എടുക്കുമ്പോഴെങ്കിലും മെനക്ക് വന്നൂടെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ടീഷർട്ടുകള് അത് ഇന്ന അടക്ക് വെച്ചിട്ട് വീട്ടിൽ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഔങ്ങിയ ടീഷർട്ട് ഇടുള്ളൂ, അല്ലെങ്കിൽ നല്ല പോലത്തെ ടീഷർട്ട് ഇടും. എന്തായാലും ടീഷർട്ടേ ഞാൻ ഇടുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ഔങ്ങിയ ഒരു കോലം. അതും നല്ല ഇപ്പത്തെ പ്രധാന കാര്യം. നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. ഈ പൊടി ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടോ. ഇപ്പൊ കാപ്പൊടി ഞാൻ ഇട്ട് കഴിഞ്ഞു. ആദ്യം ആണോ ഈ പൊടി ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആക്കാരതിന്റെ. ഓഹോ, നീ ആദ്യം കുടിക്കാൻ നോക്കും ഓരോ ടെക്സ്ചർ ഒക്കെ ഇംഗ്ലീഷിലും കാണിച്ചതാണ്. പിന്നെ പഞ്ചസാര നമുക്ക് അനുസരിച്ച് ഇടണം, കാരണം അത്ര വലിയ മധുരം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് അനുസരിച്ചിട്ടാക്കുമ്പോ ഒരു മതി. നമ്മള് ഡയറ്റിലാണ്. ഷുഗർ കട്ട് നമുക്ക് 4 സ്പൂൺ ആണെങ്കിൽ 3 സ്പൂൺ, ആ 1 സ്പൂൺ കട്ട്, അതാണ് എന്റെ ഷുഗർ കട്ട്. നല്ല കട്ട്. എന്നിട്ട് തിളച്ച വെള്ളമാണെങ്കിൽ കഴിക്കാം, അല്ലെ ചൂടുവെള്ളം കഴിക്കാട്ടോ. ഞാൻ മീഡിയം വെള്ളം കഴിക്കുന്നത്. പിന്നെ ട്യൂട്ടോറിയൽ കിട്ടിയത് പറയണ്ട. നെസ്കഫെ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനത്തിൽ അതല്ല പണി. നാട്ടി കുടിക്കണ എക്സ്പ്രഷൻ കാണിച്ചു തരണേ. ഓക്കെ, നമ്മളപ്പോ നമ്മുടെ കാപ്പി ടേസ്റ്റ് ചെയ്തൊക്കെ വന്ന് എന്ത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കണം. കാരണം കുളമായ നമുക്ക് നേരെ ആക്കണ്ടേ. എന്താ ചെയ്യാ, ഫുൾ ടിപ്പ് പരമായ കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ടിപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഷിംനേശ്വർ നമ്പർ എന്താ കേട്ടോ. ന്യൂസ് ചാനലില്ലേ? ന്യൂസ് ചാനൽ വന്ന് കമന്റ് ഇട്ടാൽ മതി. ഇതിനെന്താ ചെയ്യാ, അതിനെന്താ ചെയ്യാ, ടിപ്പ് ഞാൻ പറഞ്ഞു. ഇഷ്ടമായ ടിപ്പ്. അതാ ഒരുത്തൻ നീറ്റ് വന്നിട്ടുണ്ട്. സത്യം ഗ്ലാസ് എടുത്തിട്ട് പോയോ? അല്ല, ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല. ഇവനിങ്ങനെയാണ്. അവർക്ക് ചോറിന്റെ കൂടെ ചിലപ്പോ മീൻ ഉണ്ടാവും, അല്ലെങ്കിൽ വഴുതനങ്ങ പൊരിച്ചെന്തുണ്ടാവും, മുട്ട ഉണ്ടാക്കി തരുമോ, ചിലപ്പോ ചോറുണ്ടാവും, അതൊന്നും തരുമോ. അങ്ങനെ ഓരോന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയണ ഒരു സാഹചര്യം വരുമ്പോ പിന്നെ ഒക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇത് വരും. ആദ്യമൊക്കെ ഒന്നും അറിയുന്നത്, പക്ഷെ
അതൊക്കെ അവർക്ക് ഒറ്റക്ക് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഒക്കെ അറിയാം, പക്ഷെ ഒക്കെ ഒറ്റക്ക് ചെയ്യാൻ വയ്യ. അത് ഞാൻ വയ്ക്കട്ടെ എന്നിട്ട് ചോദിക്കാം. ഇന്ത്യ നിറച്ചിട്ട് അതേ നടക്കുള്ളൂ. അതെന്തേ നടക്കാം നിക്ക് തരാ. അല്ല താത്ത ഓന കാക്ക അനക്ക് ഇത്ര ഉള്ളൂ. ഓ വലിയ കുടിയൊന്നും കുടിക്കൂല, ഈ ഭർത്താനം തന്നെ ഉള്ളൂ. എന്തുകൊണ്ടേ സ്കൂൾ പോണോന്നോ? അവർക്ക് സ്കൂളുണ്ടോ? ഇല്ല. സ്കൂളുണ്ടോ പേടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയുള്ളൂ കരയരുത്. ഇപ്പം മാത്രക്കാരൻ ഇന്ന് രാവിലെ നിൽക്കുമ്പോ സ്കൂളുണ്ടോന്നോ ചോദിക്കാറ്. ഞാനൊക്കെ നീത്ത രാവിലത്തെ കടി എന്താന്ന് ചോദിക്കാറ്. ഇപ്പൊ രാവിലെ സ്കൂളുണ്ടോന്ന് ചോദിക്കാറ്. അല്ല സ്കൂൾക്ക് പോണോന്ന്, സ്കൂൾ ഉണ്ടോന്നല്ല. ഇത് കണ്ടടി എന്റെ കുട്ടി അവിടെ നിന്നിട്ട് ഇത്രയും കുടിച്ചിട്ട് യുദ്ധത്തിൽ ബാക്കി വെച്ചു. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ തുള്ളി ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് എന്നാലും ഓരോ വായക വെക്കുന്നതിന് മുമ്പൊക്കെ തന്നു. അത് ചൂട് തിളച്ചിട്ട് അറിയുമ്പോ നോക്കാനാക്കാരം. അതൊന്നും അല്ല, എന്റെ കുട്ടി ഇപ്പോഴും സ്കൂളിൽ പോകുമ്പോ വന്നിട്ടേ പോവുള്ളൂ. ഇജോ അതൊക്കെ പണ്ടാണ് അങ്ങനത്തെ വലുതാവാനാകട്ടെ തിരിച്ചു നോക്കില്ല. ആരാ പറഞ്ഞേ? ഓനക്ക് 11 വയസ്സായിട്ടുള്ള എനിക്ക് 11 വയസ്സായപ്പോ വലിയ മനുഷ്യനായി കണ്ടു. ഞാൻ അവിടെ മൂത്തുക്കുന്ന കാരണം കൊണ്ട് ഓർക്ക് വലിയ മനുഷ്യനായിട്ട് കാണില്ല. അതുകൊണ്ടൊന്നല്ല സ്നേഹം. അത് തന്നെ ഇപ്പൊ ഓന് കണ്ടോ, അത് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോ ഓൻ ഇപ്പൊ ഞാൻ നിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അപ്പൊ വേൻ തന്നില്ലേ. അതത്രേ. പക്ഷെ എന്താ അറിയോ, ഓന് ചെറിയ കുട്ടിക്ക് കാട്ടാൻ പറ്റുന്ന സാധനം കാട്ടുന്നത്, ഞാൻ വലിയ കുട്ടിക്ക് കാട്ടാൻ പറ്റുന്ന സാധനം കാട്ടിയത്. ഓൻ ചോദിക്കണതിന്റെ മുന്നേ വെള്ളം വെക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു നമ്മക്ക് വേണോ അല്ലേ. നല്ല അഫെക്ഷൻ കൂടുതൽ, അത് അഫെക്ഷൻ കൂടുതൽ ഓനക്ക് തന്നെയാണ്. ആർക്കും അങ്ങോട്ടല്ലേ കൂടുതൽ. ആരപ്പം പറയും നിങ്ങളൊരു കാര്യമാക്കണം. നമ്മളിന്ന് ഉച്ചയ്ക്ക് നല്ല തേങ്ങ അരച്ച മീൻകറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി തേങ്ങ അരച്ച മീൻകറി വെച്ചിട്ട്. മീനൊക്കെ ഞാൻ അവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ കുറച്ച് ജലദോഷം ഒരു ഈ പനിൻ്റെ ഒക്കെ ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വീഡിയോ എടുത്ത ശേഷം പിന്നെ എനിക്കൊന്നിനും വയ്ക്കാണ്ട് ഞാനവിടെ പോയി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഉള്ള ഈ ദിവസത്തെ വിശേഷങ്ങളില്ല. പക്ഷേ ഞാൻ ഇന്നലെ കുറച്ച് വിശേഷങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ജാസ്മിൻ കുട്ടി നജീത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പാൻറ്റീൻ്റെ വലിയ ഷാമ്പു ആണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജാസ്മിൻ കുട്ടി നജീത്തൊക്കെ ഇന്നലെ വന്ന വിശേഷങ്ങൾ കാണാം. വിരുന്ന് പോയ ഇന്നോള് ജാസ്മിൻ കുട്ടിനെ കൊണ്ട് വന്നിക്കണം കേട്ടോ. ജാസ്മിൻ കുട്ടി എന്തിനാ വന്നിട്ട്? ജാസ്മിൻ കുട്ടിയെ പെരുന്തൽമണ്ണയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാ. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക പറഞ്ഞപ്പോൾ രാവിലെ ഞാനിവിടെ ആലു പറാട്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നടന്ന് ഇരുന്നിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയൂട്ടാ ചായ കുടിക്കാൻ പാടാ. അപ്പൊ ആലു പൊറാട്ട ഇനി തരൂല? ആ തരും. ഇത് പാട്ട് മ്യൂട്ട് ചെയ്യാനാണ്. നമ്മള് ജാസ്മിൻകുട്ടിക്ക് ബാക്കിയുള്ള ആലു പൊറോട്ട തൽക്കാലം നട്ടുച്ച നേരത്തെ 2 മണിക്ക് ആലു പൊറാട്ടയും നല്ല പാൽച്ചായം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കഴിക്കട്ടോളൂ. തള്ളിയോ നല്ലത് എയർ പാസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാനിവിടെ രാത്രിയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അപ്പം ഏതൊരു വാതിൽ കിടുകിട് എന്നൊരാകലാ. എനിക്കൊരു പേടിയില്ല. ഞാൻ പറക്കുന്നുണ്ട് വേറെ കാര്യം, പക്ഷെ ഞാൻ പേടിക്കില്ല. ഞാൻ നമ്മളെ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെ ഇട്ടൊന്നിട്ട്. കാരണം നമ്മൾ ഇന്നലെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സമയം ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവര് മറ്റേ ഒരു വന്നപ്പോൾ 10-12 മണി അയക്കണ്. ആ സമയത്ത് വന്ന് കയറിയത്. അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറ്റിയില്ല. അതാണ് ഇന്നലത്തെ വീഡിയോൻ്റെ അതേ കണ്ടിന്യൂറ്റി ഇല്ല, അതേ ഡ്രസ്സ് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ജാസ്മിൻ കുട്ടിക്ക് നമ്മൾ നല്ല പാൽച്ചായും ആലുപറാത്തിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ വാപ്പ വീട്ടിൽ നിന്ന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും കൊടുത്തു വെച്ചിട്ടുണ്ടത്രേ. അതുകൊണ്ട് നമുക്കൊന്ന് ഉച്ചപരിപാടിയില്ല. ആ നെയ്ച്ചോറിക്ക് ജാസ്മിൻ കുട്ടി ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഓളെ ചിലപ്പോൾ ഞാൻ മസാലയിൽ പോയിട്ട് ഫുഡ് വെച്ചു കൊടുക്കും. നമുക്ക് ഓർഡർ കൊടുക്കാൻ ചാടി മതി. ഓ എന്തൊരു റിസൾട്ടായി. ഞാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ചേട്ടാക്കും പൊടി ഉലക്കാണ്. അതിന് പുറത്ത് ഞാനാ പൊടിയിട്ടത്. ഓളൊരു കാടിവെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാൽച്ചായക്കല്ലേ പൊടി. അങ്ങനെ ഞാനേ കുളിച്ച് മാറ്റി ഒരുങ്ങിയിട്ട് ഞാനും എൻ്റെ ജാസ്തി കുട്ടിയും കൂടി നമ്മളെ എങ്ങനെ പോലെ കുട്ടിയെ അതാ KMTക്കോ നമ്മളെന്തിനാ KMTക്ക് പോകുന്നേ? മഞ്ഞപ്പാല വീണനെ. ഞങ്ങൾ കുഞ്ഞുമോളെ കല്യാണം കഴിഞ്ഞിട്ട് നാത്തൂച്ച കല്യാണം അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. അതിനോട് പെരിന്തൽമണ്ണക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കൂട്ടിയിട്ട് നമ്മൾ പോകണം. ഇനി അവിടെ KMTയിൽ നിശ്ചിതത്തെ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വരാം. നമ്മൾ ഈ ഡ്രസ്സ് ഈ വല്ലതും സാധനം വാങ്ങിക്കുന്നുണ്ടോ? അതിന് എന്നെ മുറുക്കും ആ പരിപാടി തന്നെ.
പിന്നെ നമുക്ക് നമുക്ക് ഒരേപോലത്തെ ചെയ്താൽ മതി. ഈ ഡ്രസ്സിന് എത്ര എത്രടി ഇതല്ല ഡ്രസ്സിന്റെ തീം അതല്ല തീം അതിന് 15 ഇന്റെ മോഡല് കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ ഫോട്ടോ അയച്ചു ഏത് ആ മോഡല്. പക്ഷെ എന്റെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട്, അങ്ങനത്തെ ഡ്രസ്സ് പോലത്തെ അടിച്ചാൽ മതി. എന്റെ പോലത്തെ കുപ്പായം കോപ്പി അടിക്കാൻ വന്നിട്ടാ. നമ്മളങ്ങനെ ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു നല്ലൊരു വൈകുന്നേരം ഉള്ള സമയമാണ്. എല്ലാവർക്കും അത്യാവശ്യം മോശമില്ലാതെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് കഴിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത് സെറ്റ് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യണ്ടേ? ഏത് അതല്ലേ? അത് ഒരു പൊടി കറക്റ്റാണ്. ഇതിന്റെ റേറ്റ് പിന്നോട്ട് പോണോന്ന് നോക്കണോന്ന്. റേറ്റ് കൂടും തോന്നുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എടി ഇത് നല്ല ഭംഗിയുണ്ട് ഡ്രസ് കുട്ടി. ആ ഇത് നല്ല രസമുണ്ട്. ഇത് മാറ്റി പിടിച്ചോ. അങ്ങനെ നമ്മളെ ജാസ്തി കുട്ടി ഉണ്ടായിട്ടുണ്ട്. കൊള്ളടി ഈ പറഞ്ഞ പോലെ നെല്ലുട്ട കളറാണെന്നുണ്ടെങ്കിലും ഇതിന് ഇടയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്യൂട്ട് ആവുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇരുന്നപ്പോൾ ലോഞ്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ ഉണ്ണിയപ്പം തരാൻ പറഞ്ഞിട്ടുണ്ട്. ചായ ഉണ്ണിയപ്പം എന്ന് കണ്ടപ്പോൾ ഞാൻ ഓടി പോന്നുണ്ട്. ഉണ്ണിയപ്പം എന്നാ ഞാനില്ല ഉണ്ണിയപ്പം ഉണ്ട് പറഞ്ഞിട്ട് എവിടെ പോലെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിലാണ് ഒരു പയ്യൻ പറഞ്ഞത് ചായ ഉണ്ണിയപ്പം ഉണ്ട് അപ്പുറത്ത് നിന്ന്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കൂതി വെച്ച് പോയപ്പോൾ അവിടെ ഉണ്ണിയപ്പം മൊത്തം കഴിഞ്ഞിരിക്കണത്രേ. പിന്നെ ചായ മാത്രം കുടിക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നീ നാളെ പരാഗിക്കോ? പ്രതീക്ഷിക്കാത്ത വരവായി കൊറേ ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിക്കും ഇങ്ങോട്ട് വരുന്ന എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. വന്നിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കണത്, സിറ്റൗട്ടിൽ ഇരിക്കണതൊക്കെ ഇവിടെ ഒക്കെ നടക്കണതൊക്കെ മനസ്സിലിങ്ങനെ കാണും. ഇപ്പോഴേ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അപ്പോഴൊന്നും പ്രതീക്ഷിക്കുമ്പോൾ നടക്കൂല. പ്രതീക്ഷിക്കാതെ പറ്റി. അടുത്ത നമ്മുടെ പരിപാടി നമുക്ക് ഈ ആധാറിൻ്റെ വൈബ്രേഷൻ പ്ലേറ്റ് ഉണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാവരും ഒന്ന് കറക്കിയെടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴേ ഇവരൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട് ഈ വൈബ്രേഷൻ പ്ലേറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇവരെ കൊണ്ട് തന്നെ പരീക്ഷിപ്പിച്ചിട്ട് നോക്കി വെക്കാം കേട്ടോ. നമ്മളെ ഇവിടെ നമ്മൾ വീട്ടിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ നമ്മളെ ഈ വൈബ്രേഷൻ പ്ലേറ്റിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങോട്ട് കറക്കി വിടും. അപ്പം ഒന്ന് ആരാണ് ഫസ്റ്റ് കറക്കല്ലേ ഇളക്കി വിടും? ഫസ്റ്റ് വൈബ്രേഷൻ ചെയ്യുന്നത് കണ്ടോളൂ. അപ്പൊ എങ്ങനെയാണ് ഈ വൈബ്രേഷൻ മെഷീൻ വൈബ്രേഷൻ പ്ലേറ്റ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇനി ഒന്ന് കേറി കൊടുക്കാം. തൂക്കൊന്നും കാണിക്കൂല. ഡോണ്ട് വറി. അത് വൈബ്രേഷന്റെ ഇതാണ്. അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അനങ്ങല്ലേ മോഡ്? പിന്നെ മോഡൊന്ന് കൂട്ടി കൊടുക്കാം നമുക്ക്. ഇല്ലേ എല്ലാം നമ്മളെല്ലാം ഇത് പറയണ്ടേ? എല്ലായിടത്തും ഇളകിയിട്ടുണ്ടെങ്കിലേ അതാണ്. അതെ ഇനി അനുമോള് വൈബ്രേഷൻ പ്ലേറ്റിന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അനുമോള് ഫസ്റ്റ്. അതെ എങ്ങനെയാണ് അനുമോളെ അനുഭവങ്ങൾ? അടിപൊളിയാണോ? ഇനി ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ കുട്ടിയാണ് വൈബ്രേഷൻ പ്ലേറ്റിലേക്ക് വരാൻ പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം. ആ പ്ലേ ബട്ടൺ ഞെക്കട്ടെ. ആദ്യം ഈ ജാസ്മിൻ കുട്ടി വൈബ്രേഷൻ ചെയ്യുമ്പോൾ ഇല്ലേ എന്താ ഓടുന്നത്? നെജു വൈബ്രേഷൻ ചെയ്തതല്ലേ, അത് ചെയ്തോട്. അങ്ങനെ ആവാൻ പാടില്ല. ലൂസായി കൊടുക്ക്. ഇല്ലെന്നേ
എസ്കേപ്പ് ചെയ്ത് പോകാൻ പാടില്ല സ്മൃതിയെ അവിടെ ഞാൻ ലിഫ്റ്റിൽ എസ്കേപ്പ് ചെയ്തു വീടിലും കൂടി കയറാൻ നമ്മളെ വൈബ്രേഷൻ പ്ലേറ്റ് ഇനി വൈബ്രേഷൻ പ്ലേറ്റുമേ നമ്മളെ ഷെഫ് മോനാണ് അടുത്തതായിട്ട് അവതരിക്കാൻ പോണത്. ഇതല്ല, ഇത് ഫസ്റ്റ് സ്റ്റേജാ. മമ്മനട്ടി 100 കിലോ ഒന്നുമില്ലല്ലോ, മാക്സിമം 100 കിലോ ആണ്. 58 ആ. നമ്മളെ വൈകുന്നേരം എല്ലാവർക്കും വേണ്ടിയിട്ട് സ്നാക്സ് ചായയും കടിയും ഉണ്ടാക്കാൻ പോവാണ്. ഉപ്മാവ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മളെ സാധാരണ ഇവിടെ മുട്ടയും പഴം ഉണ്ടാവാറ്. ഞാൻ വരുമ്പോ വാങ്ങിക്കാൻ പറഞ്ഞു മുട്ടയും പഴം. അപ്പൊ നെജു പറഞ്ഞു റവ ഇരിക്കുന്നുണ്ടോ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ തീരുമാനം എടുത്തത്. അപ്പൊ നമ്മളെ നെജിത്തെ നല്ല അടിപൊളി ഉപ്മാവ് ഉണ്ടായിക്കോളും. അങ്ങനെ നമ്മുടെ ഉപ്മാവും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും ഉപ്മാവ് കഴിച്ചുകൊണ്ടിരിക്കണം. ഉപ്മാവ് നല്ല മധുരം കുറഞ്ഞ ഷെഫ്ക്കാക്ക് ഒറ്റക്ക് ഉണ്ടാക്കിയ കട്ട ചായ. അതെ അതെ അതെ. അതിന് തുള്ളി കടങ്ങാണ്ടവർക്ക് പറ്റില്ലേ? വീഡിയോ ശൈലി കണ്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കാരെ വക പാർട്ടി. അങ്ങനെ എല്ലാ പാർട്ടികളും കഴിഞ്ഞ് എല്ലാ പാർട്ടിക്കാരും പോവുകയാണ്. പാർട്ടിക്കാരാണ് കൊണ്ടുപോയത്. അപ്പോൾ അസ്സലാമു അലൈക്കും. അസ്സലാം. അനുഭവം ആ ശരി. അതിവിടെ കേട്ടോ ഒരു അറിവിലായില്ലേ? ഓക്കെ ബൈ 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 ബൈ.